കന്നി ഏഷ്യ കപ്പ് നേടിയതോടെ ഖത്തറിലെങ്ങും വിജയാഘോഷം. ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങി ടീമിന് ജയ്വിളികളുമായി ആഹ്ലാദം പങ്കിടുകയാണ്. ഖത്തറിൽ നിന്ന് PC സൈഫുദ്ദീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഖത്തറിന്റെ പല ഭാഗങ്ങളിലായി ഇത്തരത്തിൽ വലിയ സ്ക്രീനുകൾ സ്ഥാപിച്ചാണ് ഖത്തറിലെ സ്വദേശികളും പ്രവാസികളുമായ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വരുന്ന ആളുകൾ ഇന്ന് കളി കാണാനിരുന്നത്. സ്വാഭാവികമായും ഫിഫ റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള ജപ്പാനെതിരെ ആയാസകരമായ ഒരു വിജയം ഈ കാണികളൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണ്ടിവരും പറയാൻ. പക്ഷേ കളി തുടങ്ങി മുതൽ അവസാനം വരെ ഖത്തറിന്റെ അപ്രമാദിത്വമാണ് കളത്തിൽ കണ്ടത്. അത് തുടർച്ചയായി തന്നെ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഒരുപാട് മുന്നിലുള്ള 40ഓളം റാങ്കുകൾ ഖത്തറിന്റെ മുന്നിലുള്ള ജപ്പാനെ 1-3 ഗോളുകൾക്ക് തകർത്ത് വിട്ടുകൊണ്ടാണ് കന്നി ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കിയത് എന്ന് പറയുമ്പോൾ അത് സ്വദേശികൾക്കും ഒപ്പം ഇവിടെ കൂടിയിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാരായ പ്രവാസികൾക്ക് വിശ്വസിക്കാനാകുമായിരുന്നില്ല. പക്ഷേ ഒന്നാമത്തെ ഗോളും അടിച്ച് രണ്ടും അടിച്ച് അവസാനം മൂന്നാമത്തെ ഗോളും അടിച്ചതോടുകൂടി ഖത്തറിന്റെ വലിയ ശക്തി എല്ലാവരും ലോക ഫുട്ബോളിനോടൊപ്പം തന്നെ പ്രവാസികളും എല്ലാവരും തിരിച്ചറിയുകയും കൂടി ചെയ്തതോടെ ഖത്തർ ഏഷ്യ കപ്പ് നേടാൻ ഏഷ്യൻ ഫുട്ബോളിന്റെ രാജ്യപട്ടം നേടാൻ തീർത്തും അവകാശികളാകാൻ തീർത്തും യോഗ്യരാണ് എന്ന് തെളിയിച്ചുകൊണ്ടുള്ള വലിയ ഒരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഖത്തർ ഇവിടെ ഏഷ്യ കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതുപോലെ എൻ്റെ പിറകിൽ കാണുന്നത് പോലെ തന്നെ ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ക്രീനുകൾ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്നു. ആ സ്ക്രീനുകൾക്ക് മുന്നിലെല്ലാം ആയിരക്കണക്കിന് ആളുകൾ, പ്രവാസികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് ആളുകൾ സാഗൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായി ഫൈനലിലെത്തിയ ഖത്തറിന് ആ ആദ്യ ഫൈനലിൽ തന്നെ കിരീടം നേടാൻ സാധിക്കുമോ എന്ന് ആകാംക്ഷാപൂർവ്വം എല്ലാവരും ഉറ്റുനോക്കുകയായിരുന്നു. ആ ആകാംക്ഷക്ക് ഖത്തറിന്റെ 11 ചുണക്കുട്ടികൾ നിരാശ പകർന്നില്ല. അവർ ആദ്യം മുതൽ അവസാനം വരെ വീരോചിതമായ പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് 1-3 ഗോളുകൾക്ക് ജപ്പാനെ തകർത്തു വിട്ടുകൊണ്ട് ഏഷ്യൻ ഫുട്ബോളിന്റെ പുതിയ രാജപട്ടം ദോഹയിലേക്ക് കൊണ്ടുവരികയാണ് ഖത്തറിന്റെ ചുണക്കുട്ടികൾ. എടുത്തു പറയേണ്ട കാര്യം, അൽമോയിസ് അലി എന്ന ഖത്തറിന്റെ ഗോളടി യന്ത്രം ഈ ഏഷ്യ കപ്പിലെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഗോളടി വീരൻ എന്ന, അതായത് ഏഷ്യ കപ്പിലെ ടോപ്പ് സ്കോറർ എന്ന പദവിയും സ്വന്തമാക്കിയാണ് ദോഹയിലേക്ക് തിരിച്ചു വരിക. ഖത്തറിന്റെ ഗോൾ കീപ്പറാണ് ഏറ്റവും മികച്ച ഗോൾ കീപ്പറും. അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് കന്നി കിരീടം ഏഷ്യ കപ്പിൽ ഖത്തർ ചൂടിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒപ്പം വരുന്ന 2022 ലോകകപ്പിന് തയ്യാറെടുക്കുകയാണ്, അതിന് ആതിഥ്യമരുളാൻ തയ്യാറെടുക്കുകയാണ്. ഒപ്പം ലോകകപ്പിൽ ആദ്യമായി കളിക്കാൻ തയ്യാറെടുക്കുകയാണ് ഖത്തർ. ആ തയ്യാറെടുപ്പുകൾക്കെല്ലാം വലിയ പ്രചോദനം പകരുന്ന, വലിയ ശക്തി പകരുന്ന ഒരു ഇരട്ടി മധുരമായിരിക്കുകയാണ് ഖത്തറിന് UAE-യിൽ വെച്ച് നടന്ന ഈ ഏഷ്യ കപ്പ് തന്നെ നേടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അഭിമാനമാണ്.